ഭവനം ദൈവം അനുഗ്രഹിച്ചതാണ്. ഗോഡ് ഹാസ് ബ്ലെസ്ഡ് അവർ ഹോം. ദൈവം അനുഗ്രഹിച്ച ഒരു ഭവനത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കാലുവെക്കുന്നത്. അവിടെയൊന്നും ഒരു ശാപവും നിൽക്കത്തില്ല എന്ന് നമ്മളാണ് പറയേണ്ടത്. നമ്മൾ അതൊക്കെ നോക്കിക്കണ്ട് അറേഞ്ച് മാരേജിനകത്തും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ലവ് മാരേജ് ആണെങ്കിൽ കുഞ്ഞുങ്ങളിതൊന്നും നോക്കുന്നില്ല. പിന്നെ ഈ മക്കളെ ഓർത്ത് നമ്മൾ വേണ്ട വേണ്ട എന്ന് പറയാൻ അവർ കേൾക്കത്തുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണിപ്പോൾ. പക്ഷെ നമ്മൾ ചെറുപ്പത്തിലെ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്, അടുത്ത ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ്, എൻ്റെ കുടുംബത്തിന് വിലയുണ്ട്. ഇതൊക്കെ കുടുംബത്തിൽ മുൻതലമുറകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെയെല്ലാം വീഴ്ചകൾ വന്നിരിക്കുകയാണ്. അതെല്ലാം പാളിച്ചകൾ കിടക്കുന്നത് ഇനി നിരപ്പാക്കാൻ നമ്മൾ നോക്കുക. പരിശുദ്ധനായ ദൈവം എപ്പോൾ വിളിച്ചാലും കേൾക്കുന്ന ഒരു ഭാഗ്യമുണ്ട്. അപ്പം നമ്മൾ അയ്യോ എൻ്റെ ജീവിതം കഷ്ടമാണ്, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇതൊരു ശാപമാണ് എന്നൊക്കെ നാം കൊണ്ട് പറയിപ്പിക്കുന്നത് പിശാച്. കാരണം നമ്മൾ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് കിട്ടുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിച്ച് എന്നോട് ഞാൻ പല പ്രാവശ്യം ഇപ്പം പറഞ്ഞത്, അയ്യോ ഇത് ചതിവിൽപ്പെട്ട കല്യാണമായിരുന്നു, ഇങ്ങനെയല്ലായിരുന്നു, വേറെ തരത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഡിഗ്രി ഇല്ലായിരുന്നു, പിന്നെ ജോലി ഇല്ലായിരുന്നു, മറ്റേ മറിച്ചാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് ഇപ്പം ഇനി ഇത് പറഞ്ഞിട്ട് കാര്യം എന്ത്, ഇപ്പോൾ ഇതിന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇന്നും തുടങ്ങിയ നേരത്തെ ഉണ്ട് ചതിവിൽപ്പെട്ട കല്യാണം എന്ന് പറയുന്നത്. ഈ ചതിവിൽപ്പെട്ടതാണെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഓർക്കണം, ദൈവം തമ്പുരാൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ മാനിപ്പിക്കുന്നതായിട്ട് കാണും. അപ്പം നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ യാക്കോബ് റാഹേലിനെയാണ് ഇഷ്ടപ്പെട്ടത്, പക്ഷെ ലേയാണ് കല്യാണം കഴിച്ചത്. അത് യാക്കോബ് ഇത് എന്തൊരു പരിപാടിയാണ്. പക്ഷെ ആ മാരേജ് വാലിഡാക്കിയ ദൈവം, മനസ്സിലായോ? പിന്നെ ലേയിലാണ് മക്കൾ എത്രയോ പേര് ദൈവത്തിൻ്റെ വംശാവലി പോലും വന്ന് യഹൂദയുടെ ഉൽപ്പാദനം അവിടെയാണ് ഉണ്ടായെന്ന് ഓർക്കണം. അപ്പം നമ്മൾ ഓരോന്ന് ഇടപെടുമ്പോൾ സൂക്ഷിക്കണം എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പം ഭവനം അനുഗ്രഹിക്കപ്പെട്ടതാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഇതെനിക്ക് ദൈവം തന്നാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, അതിന് മുമ്പ് വേണമെങ്കിൽ മാർഗം പിടിക്കുകയോ എന്തെങ്കിലും ചെയ്യും. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇതെൻ്റെ വിധി എന്ന് പറയുന്നതിന് പകരം ഈ വീട്ടിലാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്, ഞാൻ മൂലമാണ് ഈ ഭവനത്തിന് അനുഗ്രഹം വരുന്നത്, ഇതെൻ്റെ കോളാണ്, എൻ്റെ വിളിയാണ് എന്ന് നമ്മൾ ധൈര്യമായിട്ട് പറയാൻ പോകും. അവിടെയാണ് ജയമെടുക്കുന്നത്. അതായത് ഇതെൻ്റെ ബഥേല. നമ്മൾ വേറൊരു ഭവനത്തിലേക്ക് വന്നു, ആദ്യം നമുക്കൊരു ബലവും ഇല്ല, കാരണം ദൈവം നിയോഗിച്ചിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ദൈവവുമായിട്ടുള്ള ഉറപ്പുണ്ടെങ്കിൽ, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനിവിടെ വന്നിടത്ത് അനുഗ്രഹം വരുമെന്ന് നമ്മൾ ഉറപ്പിച്ചു പറയാനുള്ള കൃപയുമായിട്ട് കയറി വരണം. നമ്മൾ കേട്ടിട്ടുണ്ട്, അവർ വന്നപ്പോൾ ആ മരുമോൾ വന്നപ്പോൾ അമ്മായിമ്മ മരിച്ചുപോയി, അങ്ങനെയൊക്കെ നമ്മൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേട്ടു. അപ്പോൾ ഞാനെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അയ്യോ നമ്മൾ ചെല്ലുന്ന ഭവനത്തിൽ എൻ്റെ ദൈവമേ അവരുടെ വീട്ടിൽ ആരും പെട്ടെന്ന് മരിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം മരിച്ചാണെങ്കിൽ അവർ പറയാം നമ്മൾ മൂലമാണ്. ഐ വാസ് കെയർഫുൾ ഈവൻ അറ്റ് ദാറ്റ് ടൈം. അത്രയൊന്നും അറിയത്തില്ല, പക്ഷേ ഐ റിമെമ്പർ പ്രേയിങ് ദാറ്റ് അയ്യോ ഞാൻ ചെല്ലുന്ന വീട്ടിൽ ഉടനെ ഒന്നും ആരും മരിക്കരുതെന്ന്. ആൻഡ് ബിക്കോസ് നമ്മുടെ മേലത് പഴിയായിട്ട് വരും. നമ്മൾ ഓർക്കേണ്ടത് നമുക്കൊരു വിളിയുണ്ട്. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെങ്കിൽ ഞാൻ പോകുന്നിടത്ത് അവൻ എൻ്റെ കൂടെ, അല്ലെ അവൻ എൻ്റെ മുൻപേ പോയിട്ടുണ്ട് എന്നുള്ള ബോധം വന്ന കാര്യങ്ങൾ വ്യത്യാസമായിട്ട് കാണും. അതിന് എളുപ്പവഴി നോക്കിയാൽ എവിടെയും തെറ്റും. ഇപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയ്യോബിൻ്റെ മക്കൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവരൊന്നിച്ചുകൂടി വളരെ സന്തോഷമായിട്ട് ആഘോഷിക്കുമായിരുന്നു. പക്ഷേ എപ്പോൾ അവർ ചെയ്തു കഴിഞ്ഞാലും അത് കഴിഞ്ഞ ഉടനെ ഇയ്യോബ് ഓടിച്ചെന്നിട്ടൊരു യാഗം ചെന്ന് കുഞ്ഞുങ്ങളറിയാതെങ്കിലും പാപം ചെയ്തിട്ടുണ്ട്. ഒരപ്പൻ്റെ കരുതൽ കണ്ടോ? നമ്മളെപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാതെങ്കിലും വെട്ടി വീഴിപ്പോകാതിരിക്കാൻ നമ്മൾ വേലി കെട്ടി പ്രാർത്ഥിക്കുന്നു. യാഗമാണ്. ഈ യാഗപീഠത്തിൻ്റെ തീ ഒരിക്കലും നമ്മൾ കെടുത്തരുത്. അത് എത്ര പേർക്ക് ചെയ്യാൻ, ഇപ്പോൾ ഈ അമ്മമാർക്കല്ലാതെ ആർക്കത് ചെയ്യാൻ സാധിക്കും? അപ്പന്മാർ പുറത്ത്, ഇതാണ് സിസ്റ്റം. ഇതാണ് പുരുഷൻ പുറത്തു പോയി ജോലി ചെയ്തേച്ച് വരുന്നു, സ്ത്രീ ഭവനത്തിനകത്ത് നിന്ന് ഭവനം നോക്കുന്നെങ്കിൽ ഇത് നടക്കും. പക്ഷേ ഇപ്പോൾ പിശാച് തന്ത്രം വെച്ചിട്ട് എത്ര പൈസ ഉണ്ടാക്കിയാലും മനുഷ്യന് തികയത്തില്ല. എത്ര പൈസ കണ്ടിട്ടുണ്ട്? ഒരാൾക്ക് 10,000 രൂപ ശമ്പളമുള്ള ഒരു വ്യക്തി അതുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞ് 20,000 അല്ല 40,000 രൂപയുടെ ചിലവ് ഉടനെ വന്നിരിക്കും. ബിക്കോസ് നമുക്ക് ദാറ്റ് ഈസ് ലൈഫ്. അതുകൊണ്ട് ഈ പണമല്ല ക്രൈറ്റീരിയ. ഇപ്പം നമ്മൾ കാണുന്നത് പുറത്തുനിന്ന് അകത്തോട്ട് കാണുന്നതിന് പകരം അകത്തുനിന്ന് പുറത്തോട്ട് കാണാൻ. ഇത് വലിയ പണക്കാർ സന്തോഷമായിട്ട് സുഖിച്ച് ലോകം മുഴുവൻ കാണാൻ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു പണവും ഇല്ലാത്തവർ അവർ ദൈവത്തിൻ്റെ സന്തോഷത്തിൽ ഇവിടുന്ന് ഒരു ഡാം കാണാൻ പോയാൽ അവർക്ക് സന്തോഷം. ഇച്ചിരി ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് കെട്ടി അവരൊരു വണ്ടിയൊക്കെ ഓർഡർ ചെയ്ത് അവരൊരു സ്ഥലത്ത് വരുന്ന വഴിക്ക് നിർത്തി അവർ ഭക്ഷണം കഴിച്ച്
ഈ മേളെ പോയിരിക്കുന്ന സന്തോഷിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇവരുമായിട്ട് ഈ പാവങ്ങളാണ് കൂടുതൽ സന്തോഷിക്കുന്നത്. സോ ഇറ്റ്സ് എ മെഷർ ഓഫ് ഹാപ്പിനെസ്. എങ്ങനെയാണത്? ഹാഗാർ കരയാണ്. ഹാഗാർ സ്വന്തം മകൻ വെള്ളം കിട്ടാതെ മരിക്കുമെന്ന് വിചാരിച്ചപ്പം വേണമെന്നുണ്ടെങ്കിൽ അബ്രഹാമിന് ഒരു 5-10 ക്യാമലിൻ്റെ പുറത്ത് കുറച്ച് വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്തു വിടായിരുന്നു. അത് ചെയ്തില്ല. നമ്മളും ഇതൊക്കെയല്ലേ നമ്മളും ചെയ്യുന്നത്. അതങ്ങ് തീർന്നു പോകും. പക്ഷേ തീരാത്തവനായ ദൈവം ഓടി വന്നില്ലേ ഹാഗാറിൻ്റെ അടുക്കൽ. അതാണ് സംസം എന്ന് പറയുന്ന വെള്ളം ഇന്നും മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ കണ്ണുനീരുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നുണ്ടെന്നും നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നുണ്ടെന്നും ഉള്ള ഉറപ്പ് വരുമ്പം, ഏത് പ്രശ്നത്തിൻ്റെയും നടുക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുമെന്നുള്ള ബോധം വരുമ്പം ഏത് വെല്ലുവിളിയും നേടിയെടുക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. അതാണ് ദ കോൾ ഓഫ് യുവർ ലൈഫ്. അതിന് പകരം എനിക്കിത് വേണ്ട, ഞാൻ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോകും. ആദ്യത്തേലൊരു കൊച്ചുണ്ട്, അതിനെ അവിടെ ഇട്ടേച്ച് പോയിരിക്കുകയാണ്. രണ്ടാമത്തേൽ 2 കൊച്ചുങ്ങളുണ്ടായി. ഈ ആദ്യത്തെ കുട്ടിക്ക് ഈ അമ്മയെ കാണാൻ പോലും കടന്നു വരാനൊക്കത്തില്ലെന്ന്. ഇല്ലേ, നടക്കുകയല്ലേ, ഇതല്ലേ പലയിടത്തും ഇതല്ലേ നടക്കുന്നത്. അപ്പനും മക്കളെ കാണാൻ ഒരു മുറിയിൽ അപ്പനും മക്കളും അമ്മയും അപ്പനും കൂടെ കിടക്കാനൊക്കത്തില്ല. ബിക്കോസ് ഇപ്പോൾ 2ആയില്ലേ. സീ ദ തിങ് ഈസ് ദാറ്റ് എല്ലായിടത്തും കൺഫ്യൂഷൻ കയറി വരുന്നു. സ്നേഹത്തിന് പകരം ഓർഡർ മാറി. ഇതൊക്കെ നടക്കുന്നതല്ലേ ദിനം പ്രതി. എങ്ങനെ വേലിയെട്ടി പ്രാർത്ഥിക്കുവീൻ. യാഗപീഠത്തിലേക്ക് മക്കളെ കൂടെ നടത്താൻ പഠിപ്പിക്കുവീൻ. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിപ്പീൻ. എന്നെയും എനിക്കുള്ള സകലത്തിനെയും യാഗമായി സമർപ്പണം ചെയ്യുന്നു എന്ന് ദൈവത്തോട് പറ. ദൈവം അത് കേൾക്കും. നമുക്കെല്ലാവർക്കും ഒരു വ്യക്തിപരമായ ദൈവത്തെയാണ് വേണ്ടത്. നമുക്കെല്ലാവർക്കും വ്യക്തിപരമായ ഒരു ദൈവത്തിൻ്റെ പുസ്തകം കയ്യിൽ വേണം. പണ്ട് പുസ്തകങ്ങളില്ലായിരുന്നു. വേദപുസ്തകം വായിക്കാൻ പോലും പാടായിരുന്നു. ഇപ്പോൾ എല്ലാ ഭവനങ്ങളിലും 4-5 4-5 അല്ല, ഇപ്പോൾ എവിടെ ചെന്നാലും മിക്കടത്ത് ചെന്നാൽ, ഇവൻ ആശുപത്രികളിൽ ചെന്നാൽ പോലും ഫ്രീ ആയിട്ട് ബൈബിൾ എടുക്കാം. ആരെടുക്കുന്നുണ്ട്? ആര് വായിക്കുന്നുണ്ട്? ബൈബിളിൻ്റെ ബുക്കുകളുടെ സംഖ്യ കൂടിയിട്ടുണ്ട്. എത്ര പേര് വായിക്കുന്നുണ്ട്? ഇത് എനിക്കുള്ള ലവ് ലെറ്ററാണ്. ഇതെൻ്റെ വില്ലാണ്. ഇതിനകത്ത് വിൽ പവറാണ്, വിൽപത്രമാണിത്. ഇതിനകത്ത് എൻ്റെ ജീവിതമാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞ് എത്ര പേര് വായിക്കുന്നുണ്ട്? ബൈബിള് വായിക്കുമ്പോൾ ബൈബിൾ എന്നെയാണ് വായിക്കുന്നത്. ഞാൻ ബൈബിളിനെ അല്ല വായിക്കുന്നത്, എന്നെ വായിക്കുക. എന്നെ സൃഷ്ടിച്ചവനെയാണ് ഞാൻ അറിയുന്നത്. ഇതൊന്നും അറിയാതെ ജീവിക്കാൻ തുടങ്ങി എങ്ങനെയാണ്? അപ്പോൾ ആദ്യമേ നമ്മൾ ഈ വസന്തകാലം എന്നൊക്കെ പറഞ്ഞ് കയറിയതല്ല. ഇപ്പം നമ്മൾ നോക്കുമ്പം ഹണിമൂൺ പോയിട്ട് ഒരു മൂണും ഇല്ലാത്ത സ്റ്റേജായി ഇരുട്ടിലേക്ക് കയറിയിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പം വേനൽക്കാലം എന്നാണ് പിന്നെ ഇവർ പറയുന്നത്. ഗ്രീഷ്മകാലം അല്ലെങ്കിൽ പവർ സ്ട്രഗിളായി. ഞാനാണ് വലുത്, നീയാണ് വലുത്. എനിക്കാണ് കൂടുതൽ ശമ്പളം, നിനക്കാണ് കൂടുതൽ ശമ്പളം. ഞാൻ നോക്കുമ്പം വീട്ടിൽ പോകുമ്പോൾ, ഞാൻ ജോലിക്ക് പോകുമ്പോൾ നീ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയേക്കണം. പാത്രം കഴുകുന്ന ജോലി നിൻ്റേത്. നിനക്ക് പാത്രം കഴുകാനും എടുക്കാനും അറിയത്തില്ല, നീ എൻ്റെ ഭർത്താവല്ലേ, ഞാൻ കഴുകുന്ന ആളിനെ കണ്ടുപിടിച്ചോളാം. എങ്ങനെയുണ്ട്? ഇതൊക്കെ പറഞ്ഞല്ലേ വഴക്ക്. ഇത് നമ്മൾ സ്നേഹം മാറിയിട്ട്, അതായത് പുരുഷനൊരു ജോലിയുണ്ട്. ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചു വെച്ചത്. പുരുഷൻ്റെ ജോലിയുണ്ട്, സ്ത്രീക്ക് സ്ത്രീയുടെ ജോലിയുണ്ട്. അവരത് ശരിയായിട്ട് ചെയ്യാമെങ്കിൽ വഴക്കില്ല. നിനക്ക് കഴുകാൻ ഒരു ജോലിക്കാരൻ ദൈവം തരുമെന്നേരം. പക്ഷേ ഇത് കലക്കി മറിച്ച് ആരെന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തതാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം ഈ ഭവനത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. സ്നേഹമുള്ളവരും അടുക്കളയിൽ കയറി ചെയ്യുന്നെങ്കിൽ ചേട്ടാ, അതൊരു നിയമമാക്കണ്ട. പുരുഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കരുത്. സ്ത്രീ ചെയ്തില്ലെങ്കിൽ കഴിക്കണ്ട എന്ന് അതും പറയണ്ട. അപ്പം ഒരു വഴക്കുണ്ടാക്കി വെച്ച് രണ്ടും കൂടെ ഈ ഇടതും വലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീട്ടിൽ മിണ്ടാതെ ഒരാൾ അങ്ങേ മുറിൽ ഇഴങ്ങാളും ഇരുന്ന് ജീവിക്കാനല്ല ദൈവം ഉദ്ദേശിച്ചത്. ബന്ധം, ഫെലോഷിപ്പ്, ഉന്നതമായ നമ്മുടെ വീട്ടിനകത്ത് ഫ്ലൈറ്റല്ല ഓടിപ്പോകുന്നത്. എന്നെ കാണുമ്പോൾ അവർ ഓടിപ്പോവുക. ഭർത്താവ് ആരെയെ കാണുമ്പോൾ ഓടും, ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ അങ്ങേ മുറിലോട്ട് ഓടും. എത്രയോ ഇന്ന് ഞാൻ സൗദിയിലായിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, 13 വർഷം ഒരു വീട്ടിൽ താമസിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം മിണ്ടത്തില്ലെന്ന്. അതൊക്കെ ഓർത്താൽ ഹൃദയം കഠിനമാകുന്നു. ക്ഷമിക്കാൻ വയ്യാത്ത പ്രശ്നം. ഈ നമ്മുടെ ഭർത്താവിൽ കാണുന്ന ബലഹീനത നമ്മുടേതാണ്, അവർ നമ്മളിൽ കാണുന്ന ബലഹീനത അവരുടേതാണ്. അല്ലാതെ എന്നിലുള്ള കുറവുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരുടെ ബലഹീനത കാണുന്നതെന്ന് ഓർക്കണം. അപ്പോൾ എന്നെ തന്നെ ആ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ വീടിനെ നിയന്ത്രിക്കാൻ വേണ്ട കാര്യങ്ങൾ, ഒരു സ്വീകാര്യ മനസ്ഥിതി ഉണ്ടായിരിക്കണം, അന്യോന്യം ബഹുമാനിക്കുന്ന സ്വഭാവം ആയിരിക്കണം, അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം, സ്വീകരിക്കുക. അതായത് എൻ്റെ ഭർത്താവ് പൂർണ്ണനായ ഒരു മനുഷ്യനെ അല്ല ഞാൻ കല്യാണം കഴിച്ചത്. അതുതന്നെ സ്ത്രീയുടെ കാര്യത്തിലും. ഇവർ പൂർണ്ണതയായിരുന്നെങ്കിൽ ഇവിടെ നിൽക്കണ്ടല്ലോ. മനുഷ്യരാരും പൂർണ്ണരല്ല.
അപ്പോൾ ഈ ബലഹീനത കൊണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ സ്വീകരിച്ചതെന്നുള്ള വരുമ്പോഴാണ് അവിടെ ഇപ്പം നമ്മളൊരു ചെടി നട്ടാൽ തന്നെ ആ ചെടി കിളിപ്പിക്കണമെങ്കിൽ അതിന് വളമിട്ട് കൊടുത്ത് പരിപോഷിച്ചെങ്കിലേ അതേ പൂവുണ്ടാകത്തുള്ളൂ. അല്ലെ ചുമ്മാ കുറച്ച് മുരടിച്ച് കുറേ ഇലയുണ്ടാകും. അങ്ങനെയാണോ നമ്മുടെ കുടുംബജീവിതം? മുരടിച്ച് നിൽക്കുകയാണോ? സ്വീകരിക്കുക, അന്യോന്യം ബഹുമാനിക്കുക. എന്താ ബഹുമാനിക്കുക എന്നുള്ളൊരു അർത്ഥം? കൊടുക്കേണ്ടതായിട്ടുള്ള അവർക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അത് നമ്മുടെ ശബ്ദം തീർന്നിട്ട് വേണ്ടേ അവർക്ക് അനങ്ങി ചിന്തിക്കാൻ പറയാൻ നേരം. ഒരു സാഹചര്യം, ഒരു 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 സ്പേസ് ഇട്ട് കൊടുക്കണം അവരുടേതായിട്ട്. ഇപ്പോൾ അവർക്ക് ഗിറ്റാർ വായിക്കാൻ, അവർ ഗിറ്റാർ വായിച്ചോട്ടെന്ന്. അങ്ങനെയുള്ളവരില്ലേ? ഞാൻ വചനത്തിലായിരിക്കുന്നത്, ഞാൻ വചനം വായിക്കും. എനിക്കുള്ള എൻകറേജ്മെൻറ്റ് എൻ്റെ ഹസ്ബൻഡാണ് തരുന്നത്. വചനം പറയാൻ എന്നെ കൂടുതൽ എൻഫോഴ്സ് ചെയ്യുന്നത്. കാരണം ഞാനും ദൈവവുമായിട്ടുള്ളൊരു ഉടമ്പടിയാണ്. ഞാൻ നേരത്തെ ദൈവവുമായിട്ടുള്ള ഉടമ്പടി എടുത്തതാണ് ദൈവത്തിനുണ്ട്. പിന്നെ നമ്മൾ പോയൊരു പോക്ക് പോയി, പിന്നെ കർത്താവ് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു ഉടമ്പടി ഞാൻ ഏത് പ്രായത്തിലെടുത്താലും ദൈവം അത് മാനിപ്പിക്കും. ഓരോ വ്യക്തിക്കും നമ്മളുടെ ജീവിതത്തിനൊരു ദൈവവുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാകണം. അത് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന്. ചിലർ ജോലിയിലായിരിക്കും, ചിലർ സോഷ്യൽ സർവീസിലായിരിക്കും, ചിലർ വീട്ടിനകത്ത് ഭാര്യ മാത്രമായിട്ടുള്ള പദവിയായിരിക്കും, സമൂഹത്തിന്, ചർച്ചിന്. അതെല്ലാവർക്കും ഓരോ ജോലിയുണ്ട്. അത് കണ്ടുപിടിച്ചാൽ എന്ത് എളുപ്പമാണെന്നറിയും. പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാണ്. കുടുംബത്തെ തകർക്കുന്ന ഡിസ്ട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ അകൽച്ചയാണ്. ഭാര്യ എന്താണ്, ഭാര്യ ഭർത്താവ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ചില കോമ്പറ്റീഷൻ കണ്ടിട്ടില്ലേ? നമ്മൾ കോമ്പറ്റീഷൻ ഭാര്യ ഭർത്താവ് ഹൗ വെൽ യു നോ യുവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അവർ ചോദിക്കും, ഭർത്താവ് വീട്ടിൽ വരുമ്പം ഷൂസ് എവിടെയാണ് വെക്കുന്നത്, സോക്സ് എവിടെയാണ് ഇടുന്നത്, അടുക്കളയിൽ എന്തൊക്കെയുണ്ട്. അപ്പം അടുക്കളയിൽ എന്തുള്ളത് ഭർത്താവ് പറയണം. സോക്സ് എവിടെയാണ് ഇടുന്നതെന്ന് ഈ ഭാര്യയോട് ചോദിക്കുമ്പം ഭാര്യ പറയും വലിച്ചെറിയാന്ന്. ഭർത്താവിനോട് ചോദിക്കും, ഭർത്താവ് പറയും ഞാൻ അടുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. ഭാര്യ പറയും ഞാൻ അത് അദ്ദേഹം വരുമ്പോൾ വലിച്ചെറിയാന്ന്. സീ ദ കോൺട്രഡിക്ടറി തിങ്. ഭാര്യയും ഭർത്താക്കന്മാരും കാണുന്ന കാഴ്ചപ്പാട് എല്ലാത്തിനും ഒരു ബാലൻസ് വരാമെങ്കിൽ അദ്ദേഹത്തെ വലിച്ചിട്ടാലും സാരമില്ല, 2 പ്രാവശ്യം പറയണം അവിടെ ഇടരുതെന്ന് പറഞ്ഞാൽ അവർ ചെയ്യും. ചെയ്തില്ലെങ്കിൽ 4 പ്രാവശ്യം നമ്മളത് ചെയ്തേച്ച് പിന്നെ അവർ ചെയ്യണമെന്ന് പറയുക. കുറച്ച് കഴിയുമ്പോൾ അവർ ചെയ്യാതിരിക്കാനൊക്കത്തില്ല. അതെങ്കിൽ ഇതൊക്കെ ഇത് തന്നെയാണോ റെമഡി എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ തീർത്തും വഴക്കുണ്ടാക്കാതെ ഇത് ചെയ്ത് തീർക്കാൻ നോക്കും. നമുക്കത് വഴക്കുണ്ടാക്കാതെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അല്ലെങ്കിൽ പേപ്പട്ടി കടിക്കുന്ന പോലെ കടിച്ചുകൊണ്ടിരുന്ന പാമ്പിടിച്ച പിള്ളേർക്കാണ് പ്രശ്നം വരുന്നത്. ഒരു ഉടമ്പടിയുടെ ഉടമസ്ഥനായിട്ട്, ഉടമ്പടി ഉണ്ടാക്കിയത് ദൈവമാണേ, ഉടമ്പടിയുടെ ഉടമസ്ഥൻ ഉടമ്പടി പൂർത്തിയാക്കുന്നത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് വിവാഹം, കല്യാണം പിന്നെ ചർച്ചിൽ തന്നെ സഭയുടെ നടുക്ക് വെച്ച് നടത്തണമെന്ന് ഞാൻ പറയുന്നത്. അത് സ്ഥലങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നതിന് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാൻ ബേസിക്കലി പറയുന്ന വിശുദ്ധ സ്ഥലത്ത് വെച്ച് നടത്തുന്നതിന് അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട്. ഇതൊരു വിശുദ്ധ കൂദാശയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ പരിശുദ്ധാത്മ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഉന്നതങ്ങളിൽ ഉന്നതനായ ദൈവം, ഭാര്യ ഭർത്താക്കന്മാർ അവർ ഭർത്താവിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ് ഭാര്യ. അവരൊന്നിച്ച് നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പിന്നെ അതൊക്കുന്നില്ലാത്തത് നമ്മളിലുള്ള ജഡം കൊണ്ടാണ്. അതെവിടെയാണ് തെറ്റുപറ്റിയെന്ന് ചോദിച്ചാൽ അടി തൊട്ട് മുടി വരെയത് ഭർത്താവ് വ്രണമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം ലോകത്തിൽ. കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു ഭാരമായിട്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ സന്തോഷമുണ്ടെന്ന് പറയുന്ന അനുഭവിക്കുന്നവരോട്ട് പറയത്തുമില്ല. സന്തോഷമില്ലാത്തവർ വിളിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിനോട് തന്നെ ചോദിക്കുകയാണ്. നീ സ്ഥാപിച്ച ഈ സ്ഥാപനം തീർത്തും നിലനിൽക്കേണ്ടതല്ലേ? അത് നിലനിർത്താൻ അപ്പച്ചനറിയാം. അതുകൊണ്ട് ഒരു രക്ഷിതഗണം ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ പ്രശ്നം അപ്പച്ച. കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ബലഹീനതയ്ക്ക് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ അടുത്ത തലമുറയുള്ള ബലഹീനതയ്ക്കും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഇൻ ഇറ്റേണിറ്റി അപ്പച്ചൻ്റെ കൈ വന്ന് അവരെ ഒന്നിച്ച് നിർത്തണം. ഒരു കൂദാശയിൽ കയറിയേച്ച് ഇഷ്ടം പോലെ ഇറങ്ങിപ്പോകുന്ന അല്ല എന്ന് മനസ്സിലാക്കിച്ചു കൊടുത്ത്, അത് പരിശുദ്ധാത്മാവ് വരാതെ അങ്ങനെ മനസ്സിലാക്കും. പരിശുദ്ധാത്മാവ് വരുമാണ് പാപബോധവും നീതിബോധവും കർത്താവിനെക്കുറിച്ചുള്ള ചിന്തയൊക്കെ വരുന്നത്. അതിട്ട് കൊടുത്ത് കുടുംബമായിട്ട് മനോഹരമാക്കി പടുത്തുകൊണ്ടുവരാൻ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് കൈകോർത്ത് നിന്ന് മുൻപോട്ട് പോകുന്ന ആ യാത്ര ഇത്ര മനോഹരമാണ്. അവരുടെ കൂടെ മുൻപും പിൻപും വഴിയടച്ച്, ഇടതും വലതും വഴിയടച്ച് ദൈവത്തിൻ്റെ ദൈവദൂതന്മാർ കാവൽ നിർത്തിക്കൊണ്ട് അവരെ കൊണ്ടുപോകുന്നത്. ചുമ്മാതെ അവർ പോകൂല, അവർ തനിയെ പോകൂല. കർത്താവേ, നീ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.